ചിലവർ ഞെട്ടും. കാരണം അത്രയും വലിയ എമൗണ്ടിന് അടിക്കാൻ പറ്റുമോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഫോൺ അടിച്ചപ്പോഴാണ് പുള്ളിങ്ങനെ ഞെട്ടി ഉറക്കം എഴുന്നേറ്റത്. വൈഫിൻ്റെ ലെസൺസാണ് കേട്ടോ ഇതെല്ലാം. അത്യാവശ്യം കുറച്ച് ഷേപ്പും എല്ലാം ആയി വരുന്നുണ്ട്. പക്ഷേ കിബ്ല ഫാൻഡർ യൂസ് ചെയ്യുമ്പോൾ മോസ്റ്റ് ലൈക്ലി. അപ്പോൾ ഈ 100 ഉണ്ടെന്ന് പറഞ്ഞാൽ 100ന് പെട്രോളാണ്. സ്മാർട്ട് ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു ജിം ഇവിടെ കുറേ വർഷമായിട്ടുള്ളതാണ്. നാട്ടിലത്തെ റോഡിലെ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വർക്കൗട്ട് സെഷനാണ്. ലെഗ് വർക്കൗട്ട്. ക്വിക്കായിട്ട് എന്തൊക്കെയാണ് ഞാൻ ലെഗ് വർക്കൗട്ടിന് ചെയ്യുന്നതെന്ന് കാണിക്കാം. ആൻഡ് ദെൻ we will try to add some. ഇങ്ങനെ ക്യാമറ തിരിക്കുന്നോ? ഓ യാ ഓക്കെ. വർക്കൗട്ട് സെഷൻ കഴിഞ്ഞ് വിൽ ട്രൈ ടു സമയമുണ്ടെങ്കിൽ കുറച്ച് വർക്ക് റിലേറ്റഡ് സ്റ്റഫും കൂടെ കാണിച്ചിട്ട് വിൽ റാപ്പ് അപ്പ് ടുഡേയ്സ് വീഡിയോ. ജിമ്മിലേക്ക് പോകുന്ന വഴി വൈഫിനെയും മോളെയും കാണാനായിട്ട് കടയിലേക്ക് വന്നു. അവർ പുറത്തോട്ട് ഇറങ്ങി. കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് ടൈമില്ല, എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവരുടെ കൂടെ വന്നില്ല. പോകുന്ന വഴിയായിരുന്നു, ജിമ്മിലേക്ക് പോകുന്ന വഴി അവർ കടയിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് പോപ്ഡ് ഇൻ, കയറി കണ്ടു. നൗ ഐ എം ഗോയിങ് ബാക്ക് ടു ജിം. നാട്ടിലത്തെ റോഡിലെ തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, നമുക്ക് എന്താ പറയുക, ഒരു സെക്കൻഡ് പോലും കണ്ണെടുക്കാൻ പറ്റില്ല റോഡിൽ നിന്ന്. അത്രയ്ക്കും വണ്ടികൾ നമ്മളെ കാറിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ചെറുതായിട്ടൊന്ന് കണ്ണെടുത്താൽ ആരെങ്കിലുമൊക്കെ കൊണ്ട് തട്ടിക്കും. ഇന്നലെ അതേ കണക്ക് ഒരപ്പൂപ്പൻ സ്കൂട്ടറിനകത്ത് ലൈൻ നോക്കുന്നില്ല, പുള്ളി എന്തോ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ ചരിഞ്ഞ് എൻ്റെ കാറിൻ്റെ അടുത്തേക്ക് വന്നു. ഹോൺ അടിച്ചപ്പോഴാണ് പുള്ളി ഇങ്ങനെ ഞെട്ടി ഉറക്കം എഴുന്നേറ്റത്. സ്കൂട്ടർ ഓടിച്ചുകൊണ്ടിരിക്കുക. അതേ കണക്ക് കുറേ ആൾക്കാർ എന്താണോ എന്നറിയില്ല, ഒരു ഒട്ടും അവയർനെസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക. അങ്ങനെ കുറേ ആൾക്കാർ. ഇനി നമുക്ക്, ഞാൻ കൊല്ലത്ത സ്ഥലം, അപ്പം ഞാനിപ്പോൾ കറൻലി പൊയ്ക്കൊണ്ടിരിക്കുന്നത് കറൻലി ഇതെന്താ ഇവിടെ സംഭവം? ഇവിടെ TV റിപ്പോർട്ടേഴ്സൊക്കെ ഉണ്ട്. എന്തോ നടക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ കൊല്ലത്താണ് സ്ഥലം. ഇവിടെ ഇപ്പോൾ ഞാൻ അറ്റ് ദ മൊമെൻറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സ്മാർട്ട് ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു ജിം. ഇവിടെ കുറേ വർഷമായിട്ടുള്ളതാണ്. നല്ല ജിമ്മാണ്. നല്ല എക്യുപ്മെൻറ്റ്സ് എല്ലാം. എന്താ പറയുക, നമുക്ക് വർക്കൗട്ട് കഴിയാൻ നേരത്തെ നല്ല പമ്പിങ്. നമുക്ക് അങ്ങനെ അൺനെസസറി ആയിട്ടുള്ള ജോയിൻറ്റ് പെയിനോ അങ്ങനെയൊന്നും വരത്തില്ല. ഇപ്പം അത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞത്, നമ്മൾ യൂഷ്വലി ചില ജിം എക്യുപ്മെൻറ്റ്സ് അതിനകത്ത് നമ്മൾ ചെയ്യാൻ നേരത്തെ നമുക്ക് ജോയിൻറ്റ് പെയിനൊക്കെ വരും. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റില്ല. ഒരു ബിഗിനേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് എല്ലാം ചെയ്യാം. അല്ലാതെ ഞാൻ പറഞ്ഞത്, ഞാനൊരു 10-17 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പം ഓരോ ചെറിയ കാര്യവും ചെറിയ ഇമ്പാക്റ്റ് വരെ എനിക്കത് അറിയാൻ പറ്റും നല്ല രീതിയിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കി പോകുന്നത്. പക്ഷേ ചില നേരം സ്റ്റിൽ എന്നാലും കൂടിയ ജിമ്മിൽ പോകും അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാ ജിമ്മിലും പോകും. പക്ഷേ ജിമ്മിൽ വെയ്റ്റ്സ് അധികം ഇല്ലെങ്കിൽ ഞാൻ ആ ജിമ്മിൽ അധികം പോകാറില്ല. ഞാൻ ഹെവി എടുക്കുന്നത് നിർത്തി. എന്നാലും ഫോർ സം റീസൺ ചിലപ്പോൾ മൂഡ് വന്നാൽ ഹെവി എടുക്കാൻ തോന്നിക്കും. അപ്പോൾ അതിനു വേണ്ടി റെഡി ടു ഗോ ആയിട്ട് വെയ്റ്റ്സ് വേണം. അതുകൊണ്ടാണ് ഞാൻ ഹെവി വെയ്റ്റ് ഉള്ളിടത്ത് പോകാറുള്ളൂ. ഇപ്പോൾ പോകുന്നിടത്ത് വലിയ ഹെവി വെയ്റ്റ് ഒന്നുമില്ല. ഡംബിൾസൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയും വലിപ്പമുള്ളതൊന്നുമില്ല. ഞാനിപ്പം പെട്രോൾ അടിക്കാൻ വന്നു. മോസ്റ്റ് ലൈക്ലി എമൗണ്ട് പറയാൻ നേരത്തെ ചിലവർ ഞെട്ടും. കാരണം അത്രയും വലിയ എമൗണ്ടിന് അടിക്കാൻ പറ്റുമോ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. അത്രയും കയറുമോ ഇല്ലയോ എന്നവർ ചോദിക്കുമോ എന്ന് നമുക്ക് തിരക്കാം. ലെറ്റ്സ് സീ. പെട്രോളാണ് 7500. സാധാ പെട്രോൾ. ആ ഗൂഗിൾ പേ.
5000 രൂപയ്ക്ക് ജിപേ ചെയ്യുമ്പോഴേ 100 രൂപ കൂടെ അധികം കിട്ടും. ആണോ? BPCLന്റെ പക്ഷെ 5000 വരെ ലിമിറ്റ്. ആദ്യം ഒരു 5000 അടിച്ചിട്ട് പിന്നെ 2500. അത് കൊള്ളാം. അപ്പോൾ നമ്മൾ 5000 രൂപയ്ക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്തിൻ്റെ ഒരു ഓഫറുണ്ട്, 100 രൂപയ്ക്ക് അവർ എക്സ്ട്രാ അടിച്ചു തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ 7500 രൂപയ്ക്കാണ് ഞാൻ ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു 5000-ന് അടിച്ചാൽ മാത്രമേ ഓഫർ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 5000-ന് അടിച്ചതിന് ശേഷം എലിജിബിൾ ആയല്ലോ, എക്സ്ട്രാ ഒരു 100 കൂടെ കിട്ടി. ആൻഡ് ദെൻ ബാക്കി 2500 അടിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതിൽ 5000. അത് എല്ലാ എമൗണ്ട് ഇതിൽ തന്നെയാണോ? അത്രയും കയറണം. ഞാൻ 7700-ന് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെട്രോൾ കുറവാണ്, അപ്പോൾ കയറുമായിരിക്കും. അപ്പോൾ ഈ 100 ഉണ്ടെന്ന് പറഞ്ഞാൽ 100-ന് പെട്രോളാണോ അതോ വേറെ എന്തെങ്കിലും? പെട്രോളാ ആണോ? ഞാൻ ഫസ്റ്റ് 5000-ന് ചെയ്തു. എന്നിട്ട് 5000-ന് ചെയ്തപ്പോൾ അവർ 100 ഡിസ്കൗണ്ട് അല്ല, 100 റുപ്പീസ് എക്സ്ട്രാ ഫ്രീ ആയിട്ട് അവർ തന്നു. എന്തോ സംതിങ് ഒരു പേയ്മെൻ്റ് ഉണ്ട് അത് ത്രൂ ചെയ്തുകൊണ്ട്. അപ്പോൾ 100 രൂപയ്ക്ക് എക്സ്ട്രാ ഫ്രീ പെട്രോളും കിട്ടി. ബാക്കി ഞാൻ 7500-ന് അടിക്കാൻ നിന്നേ, അത് കാരണം ബാക്കി 1400-ന് സെപ്പറേറ്റ് അടിച്ച് കഴിഞ്ഞപ്പം ടാങ്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത് 7500-ന് അടിച്ചിട്ടും വണ്ടിയുടെ 3/4 ടാങ്കേ ഫില്ലായിട്ടുള്ളൂ. ഇനിയും ഒരു 1500 എങ്ങനെയായാലും കയറുമായിരുന്നു. സോ ബേസിക്കലി ഫുൾ ടാങ്ക് 8000 റുപ്പീസാണ്, 8200 അങ്ങനെ എന്തോ ആണ് ഫുൾ ടാങ്ക്. ഞാൻ മറന്നുപോയി, കാരണം ബാക്കിയുള്ളപ്പോഴാണ് നമ്മൾ അടിച്ച് ഫില്ല് ചെയ്യുന്നത്. നമ്മൾ ഫുള്ള് തീരാൻ വെയിറ്റ് ചെയ്യാറില്ല, അത് കാരണം എനിക്ക് വലിയ ഓർമ്മയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിവേ ക്ലിയറായി. 7500-ന് ഇപ്പോൾ അടിച്ചു. ബാക്കി 20 കിലോമീറ്റർ ഓടും നേരത്തെ കാണിച്ചു. പിന്നെ റിസർവ് ഉണ്ട്, എന്നാലും എല്ലാം കഴിഞ്ഞ് ഇനിയും ഫില്ല് ചെയ്യാൻ പറ്റുമായിരുന്നു. കുഴപ്പമില്ല. 3/4 ടാങ്ക് നമ്മളിപ്പോൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെച്ച് അധികമൊന്നും ഓടത്തില്ല, എളുപ്പം തീർന്നു പോകും. അതാണ് ഈ വണ്ടിയുടെ പ്രശ്നം. അതെനിക്ക് യൂഷ്വലി വാട്ടർ ബോട്ടിൽസാണ് കിട്ടാറ്. ഇത്തവണ നമുക്ക് കിട്ടിയതൊരു ടിഷ്യൂ ആണ്. വെറ്റ് വൈപ്സ് അല്ലേ ഇത്? സ്കിൻ ആൻഡ് സർഫസ് പ്രൊട്ടക്ഷൻ വെറ്റ് വൈപ്സ് ആണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ അങ്ങനെ ഒരു വെറ്റ് വൈപ്സും കിട്ടി. നമുക്ക് വണ്ടിയിൽ അത്യാവശ്യമുള്ള സാധനമാണ്. ഞാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ കൈ ജിമ്മിൽ നിന്ന് കഴുകും, എന്നാലും വരുന്ന വഴി നമ്മൾ ഷൂ ഇട്ട് ജിമ്മിൻ്റെ ഡോറ് പിടിച്ച് ലിഫ്റ്റിൽ പ്രസ് ചെയ്ത് കഴിയുമ്പം ഒരു ദിവസം എത്ര ആൾക്കാർ തൊടുന്ന സ്ഥലമാണെന്നറിയാം. ഇതെല്ലാം വന്നിട്ടായിരിക്കും നമ്മൾ കണ്ണി ചൊറിയുന്നത്, വല്ല മൂക്കിൽ വായിലൊക്കെ തട്ടുന്നത്. ഇതെല്ലാം ജേംസ് അകത്തേക്ക് പോകും. എന്നിട്ടാണ് ഈ വയറിളക്കവും അതും എല്ലാം വരുന്നത്. അപ്പം ഇത് ആൻറ്റി ബാക്ടീരിയൽ ആണോ എന്നെനിക്കറിയില്ല. ആസ് യൂഷ്വൽ ജേംസ് പ്രൊട്ടക്ഷൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വെറുതെയാണ്. ഇതൊക്കെ വാട്ടർ വൈപ്സ് ആയിരിക്കും. 30 ഉണ്ട്. ആൻറ്റി ബാക്ടീരിയൽ വൈപ്സ് ആണെങ്കിൽ വൈഫിൻ്റെ ലെസൺസ് ആകട്ടോ ഇതെല്ലാം. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആൻറ്റി ബാക്ടീരിയലാണോ എന്നൊക്കെ നോക്കുന്നത്. അല്ലെങ്കിൽ ഒന്നും നോക്കത്തില്ല, വൈപ്പാണോ അല്ലയോ അത്രേ നോക്കാറുള്ളൂ. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് വണ്ടിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് വൈപ്സ്. അങ്ങനെ എന്തായാലും അതൊരെണ്ണം ഫ്രീ ആയിട്ട് കിട്ടി. ليكن يومك للشعب ودادا ليكن حبك للأرض مداد قلم أنت فكم عبرت عنا وبنيت المجد أطوادا شداد أنت يا ملهم شعب أن يبروا عشت كم حققت للشعب مراد ليكن يومك للشعب ودادا ليكن حبك للأرض مداد قلم أنت فكم عبرت عنها وبنيت المجد أطوادا شداد أنت يا ملهم شعب أن يبر وعشت كم حققت للشعب مراد
للشعب مراد. زايد الخيرات سل عنه شمالا وجنوبا ونجودا ووهادا. جامع الأشتات أنت مذ عرفناك تحب القوم جمعا لا فرادا. زايد الخيرات سل عنه شمالا وجنوبا ونجودا ووهادا. يا زايد جامع الأشتات أنت مذ عرفناك تحب القوم جمعا لا فرادا. في خليج ومحيط عرفوا زايد ذاك الشهم من بالبذل ساد. قدر ما كان من مجد ولكن نحن لولاك لما شدنا اتحاد. ولكن نحن لولاك لما شدنا اتحاد. ليكن يومك للشعب ودادا. ليكن حبك للأرض مداد. قلم أنت فكم عبرت عنا وبنيت المجد أطوادا شداد. أنت يا ملهم شعب أن يبروا عشت كم حققت للشعب. ليكن يومك للشعب ودادا. ليكن حبك للأرض مداد. قلم أنت فكم عبرت عنا وبنيت المجد أطوادا شداد. أنت يا ملهم شعب أن يبروا عشت كم حققت للشعب مراد. ليكن يومك للشعب ودادا. ليكن حبك للأرض مداد. قلم أنت فكم عبرت عنا وبنيت المجد أطوادا شداد. أنت يا ملهم شعب أن يبروا عشت كم حققت للشعب مراد. زايد الخيرات سل عنه شمالا وجنوبا ونجودا ووهادا. جامع الأشتات أنت مذ عرفناك تحب القوم جمعا لا فرادا. زايد الخيرات سل عنه شمالا وجنوبا ونجودا ووهادا. يا زايد جامع الأشتات أنت مذ عرفناك تحب القوم جمعا لا فرادا. في خليج ومحيط عرفوا زايد ذاك الشهم من بالبذل ساد. قدر ما كان من مجد ولكن نحن لولاك لما شدنا اتحاد. ولكن نحن لولاك لما شدنا اتحاد. ليكن يومك للشعب ودادا. ليكن حبك للأرض مداد. قلم أنت فكم عبرت عنا وبنيت المجد أطوادا شداد. أنت يا ملهم شعب أن يبروا عشت كم حققت للشعب. ليكن يومك للشعب ودادا. ليكن حبك للأرض مداد. قلم أنت فكم عبرت عنا وبنيت المجد أطوادا شداد. أنت يا ملهم شعب أن يبروا عشت كم حققت للشعب مراد. ليكن يومك للشعب ودادا. ليكن حبك للأرض مداد. قلم أنت فكم عبرت عنا وبنيت المجد أطوادا شداد. أنت يا ملهم شعب أن يبروا عشت كم حققت للشعب مراد. زايد الخيرات سل عنه സമയം എത്ര 6 മണിയായി. ഞാൻ അസർ നിസ്കരിച്ചില്ല. ഒരു 6:30 തോന്നുന്നു. നമുക്ക് കിബില നോക്കാം. പള്ളിയിലോട്ട് വേണമെങ്കിൽ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ കാറിലിരുന്ന് തന്നെ നിസ്കരിക്കാം.
പള്ളിയിലോട്ട് പോകാൻ സമയം ഉണ്ടോ നോക്കാം. എനിവേ കിബില ഒന്ന് പെട്ടെന്ന് നോക്കി നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് കിബ്ല ഫൈൻഡറാണ്. സോ ജസ്റ്റ് ഗൂഗിളിൽ കയറും, കിബ്ല ഫൈൻഡർ എന്ന് ടൈപ്പ് ചെയ്യും, എന്നിട്ട് ക്യാമറ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പം യെസ്. സോ കാറിൽ നിന്ന് നിസ്കരിക്കുന്നെങ്കിൽ വണ്ടി ഇവിടുന്ന് 4 o'clock തിരിക്കണം, എന്നിട്ട് വേണം നിസ്കരിക്കാൻ. മുസ്ലിം പ്രോ എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ അതിനകത്ത് കറക്റ്റ് അല്ല എപ്പോഴും. ചിലപ്പം ഇപ്പോൾ 2 ഫോൺ ഉണ്ടെങ്കിൽ 2 ഫോണിലും മുസ്ലിം പ്രോ ആപ്പ് യൂസ് ചെയ്യാൻ നേരത്തെ രണ്ടും 2 കിബ്ലയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് കിബ്ല ഫൈൻഡർ യൂസ് ചെയ്യുമ്പോൾ മോസ്റ്റ് ലൈക്ലി കറക്റ്റായിട്ട് തന്നെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കിബ്ല ഫൈൻഡർ യൂസ് ചെയ്താണ് ഞാനിപ്പം കിബ്ല നോക്കുന്നത് അത്യാവശ്യം ഉണ്ടെങ്കിൽ. അത് കണക്ക് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പ് ബുക്സ് കേൾക്കാൻ, ഓഡിബിൾ എന്ന് പറഞ്ഞാൽ. അപ്പം അതിനകത്ത് അവരെനിക്ക് 83 പൗണ്ടാന്ന് തോന്നുന്നു, 83 പൗണ്ട് ഒരു വർഷത്തെ പേയ്മെൻറ്റ്. അത് കൊടുക്കുമ്പം 12 ക്രെഡിറ്റ് തരും. അപ്പം ഓരോ ക്രെഡിറ്റും എനിക്ക് 12 തോന്നുന്നു. ഓരോ ക്രെഡിറ്റ് ഓരോ മാസം ഓണാവും. അപ്പോൾ ഒരു ക്രെഡിറ്റ് വെച്ച് ഒരു ബുക്കാണ് എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. എന്നിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അത് കേൾക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഈ ഇയർലി സബ്സ്ക്രൈബ് ചെയ്തത് മാർച്ച് 1, 2024 ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ ഫെബ്രുവരി 5 ആയി. ഇനി ഒരു മാസത്തിനുള്ളിൽ റിന്യൂ ആകുമ്പോൾ എനിക്ക് 12 ക്രെഡിറ്റ് കിട്ടുന്നത്. പക്ഷേ എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. അപ്പം എനിക്ക് വേറൊരു ബുക്കുണ്ട്, അതെനിക്ക് കേട്ടേ പറ്റൂ എങ്ങനെയെങ്കിലും. എത്രയും പെട്ടെന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അത് കാരണം ഞാനിപ്പോൾ ഒരു 5 ക്രെഡിറ്റ് £32.99 ഇപ്പോൾ വാങ്ങിച്ച്. അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ച ബുക്ക് ഞാൻ പർച്ചേസ് ചെയ്ത്. ഞാൻ പർച്ചേസ് ചെയ്ത ബുക്ക് കാണിച്ചു തരാം. അയ്യോ പ്ലേ ആയി തുടങ്ങിയോ? ഫസ്റ്റ് വൺ കാണാൻ പറ്റുന്നോന്നറിയില്ല. സോ ബേസിക്കലി അത് ജിം ലോഞ്ചാണ്. അലക്സ് ഹോർമോസി എന്ന് പറഞ്ഞ ഒരു ഓൺട്രപ്രണറിൻ്റെ ജിം ലോഞ്ച് സീക്രറ്റ്സ് ആണ്. അപ്പം പ്രോഫിറ്റബിൾ ജിം റൺ ചെയ്യുന്ന എങ്ങനെയാണ്. എനിക്ക് ജിമ്മൊന്നുമില്ല, എന്നാലും നമുക്കറിയില്ല. നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാൻ നേരത്താ ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പം നമ്മളിപ്പോൾ കറൻ്റ് ചെയ്യുന്ന ബിസിനസ്സിലും നമുക്ക് ചിലപ്പം ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനാണ് വേറെ ഫീൽഡാണെങ്കിലും സ്റ്റിൽ നമ്മൾ കേട്ട് നോക്കും. നമുക്കറിയാൻ പറ്റത്തില്ല എവിടെ നിന്നാണ് നമുക്കൊരു ഗോൾഡൻ നഗറ്റ് കിട്ടുന്നത്. ആ ഒരു കാര്യം വെച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാ കാര്യവും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കറൻ്റ് റൺ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും കോച്ചിങ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഇസ്, എന്തിലും ആണെങ്കിലും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും ഗോൾഡൻ നഗറ്റ്സ് നമ്മൾ വേറെ ബിസിനസ്സിനെ പറ്റി കേട്ടാലും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് ഞാൻ എൻ്റെ ഫീൽഡ് അല്ലെങ്കിലും ഞാൻ സ്റ്റില്ലിരുന്ന് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഓക്കെ, നിസ്കരിക്കാം പെട്ടെന്ന്. ليكن يومك للشعب ودادا ليكن حبك للأرض بداد قلم أنت فكم عبرت عنها وبنيت المجد أطوادا شداد أنت يا ملهم شعب أن يبروا عشت كم حققت للشعب. നാളായിട്ട് എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കുന്നത്. അങ്ങനെ കുറേ ഫാറ്റൊക്കെ കൂടി, പക്ഷേ സൈസ് കുറഞ്ഞു വന്നെയാ. ഇപ്പം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് ഷേപ്പും എല്ലാം ആയി വരുന്നുണ്ട്. പക്ഷേ ഫാറ്റ് നല്ലപോലെ കട്ട് ചെയ്യാനുണ്ട്. അപ്പം ഫാറ്റ് കട്ട് ചെയ്യലും മസിൽ ബിൽഡിങ്ങും എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യാൻ നോക്കുകയാണ്. അതിനിടയ്ക്കാണ് നമ്മൾ ഈ കാര്യങ്ങളും പരിപാടികളും എല്ലാം ബിസിനസ്സും എല്ലാം കൂടെ ചെയ്യാൻ നോക്കുന്നത്. സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. നമുക്ക് സമയം കണ്ടെത്താൻ പറ്റാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം, എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും റൈറ്റ് ഇറ്റ് ഡൗൺ, എഴുതിയിടുക. വൺസ് യു ഫിനിഷ് റൈറ്റിംഗ് എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളെല്ലാം എഴുതിയിട്ട് കഴിയുമ്പോൾ തന്നെ 50% ഇസ് ഓൾറെഡി സോൾവ്ഡ്. കാരണം അത് എഴുതി കാണാൻ നേരത്തെ നമുക്കൊരു ഐഡിയ കിട്ടും. എന്താണിത് വെച്ച് ചെയ്യേണ്ടത്, എങ്ങനെ അറേഞ്ച് ചെയ്യും, ടൈം എങ്ങനെ മാനേജ് ചെയ്യും, ഇതെല്ലാം. സോ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ, 50% ഇസ് ഓൾറെഡി സോൾവ്ഡ്. ബാക്കി 50% ഡീൽ ചെയ്താൽ മതി. അപ്പോൾ അതാണ് എൻ്റെ ഒരു പോളിസി. ഇത് നല്ല രീതിയിൽ എനിക്ക് വർക്ക് ആവുന്നുണ്ട്. സോ യു ക്യാൻ ഓൾസോ ഡു ദ സെയിം. ഞാൻ എഴുതിയിടാന്ന് പറഞ്ഞാൽ പേന വെച്ചൊന്നുമല്ല കേട്ടോ. ഞാൻ ഇത് മാക്കിനകത്ത് നോട്ട്സിനകത്തൊക്കെ എഴുതിയിടും. കാരണം ആപ്പിളിൻ്റെ നോട്ട്സിൽ എഴുതിയിട്ട് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോണിൽ എഴുതിയിട്ടാൽ അത് മാക്കിലും വരും, ഐപാഡിലും എല്ലായിടത്തും വരും. അപ്പം തമ്മിൽ അങ്ങോട്ടും കൂടെ സെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എപ്പം നമ്മൾ എന്ത് ഡിവൈസ് യൂസ് ചെയ്താലും ഈസി ആയിട്ട് ഒന്നിൽ എഴുതുമ്പോൾ മറ്റേലേക്ക് അത് കയറും. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ദാറ്റ്സ് ഹൗ ഐ ട്രൈ ടു മാനേജ് ടൈം. മാനേജ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ കറൻ്റ്ലി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലല്ല. അതുകൊണ്ടാണ് ഫിസിക്കെല്ലാം ഫാറ്റ് കയറുന്നതും അബ്ഡോമിനൽ ഫാറ്റ് വരുന്നതും അല്ലാതെയും കുറേ ഫാറ്റ് കയറുന്നുണ്ട്. അതെല്ലാം ഈ
എന്താ പറയുക, ഈ കറക്റ്റായിട്ട് ഉറക്കം കഴിപ്പൊന്നും കറക്റ്റ് ആവുന്നില്ല. അപ്പം ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ല എന്ന് വേണമെങ്കിൽ പറയാം അറ്റ് ദ മൊമെൻറ്റ്. നമുക്ക് ഇക്കാലത്ത് കുറേ യങ് ഓൺടർപ്രണേഴ്സ് എല്ലാവരും ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അറിയാം, എൻ്റെ എക്സ്ക്യൂസ് തന്നെയാണ്, കുറച്ച് കൂടുതൽ വർക്കിന് അഡിക്റ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഒരു 10-17 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഞാൻ വർക്കൗട്ട് ഒരിക്കലും സാക്രിഫൈസ് ചെയ്തില്ല. എത്ര അടുത്ത ആളുടെ കല്യാണം ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ഞാൻ പോകത്തില്ല. വർക്കൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിക്കാനുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഡയറ്റും എല്ലാം ചെയ്തിരിക്കും. അങ്ങനത്തെ ആൾ ഈ വർക്കൗട്ടും ഡയറ്റും എല്ലാം സാക്രിഫൈസ് ചെയ്ത് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഇമാജിൻ എത്രമാത്രം കമ്മിറ്റഡ് ആയിരിക്കുന്നു. അപ്പം വെൻ ഐ എം ഇൻ ടു സംതിങ് എനിക്കൊരു 100% അല്ല, അതിന് മേലെ എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ റിസൾട്ട് കാണിക്കണം. അതിൻ്റെ എക്സ്ട്രീം വരെ ഞാൻ കൊണ്ടുപോകും. ഞാൻ യൂഷ്വലി അങ്ങനെയാണ്, ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ നല്ല രീതിയിൽ ഞാൻ ചെയ്യും. അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഹെൽത്ത് എല്ലാം സാക്രിഫൈസ് ചെയ്യുന്നത്. ഇത് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഉള്ള അസുഖത്തിനെല്ലാം പ്രോണായിരിക്കും. ഇങ്ങനെ ഞാൻ ജിമ്മിലൊക്കെ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു, പക്ഷേ ആ ഒരു 2 മണിക്കൂറേ ഉള്ളൂ. പിന്നെ ഒരു അനക്കമില്ല, വെറുതെ ഇരിക്കുക ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ നമ്മൾ 17 വർഷമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, ആ 2 മണിക്കൂർ ഞാൻ ചെയ്യുന്നു, പിന്നെ വെറുതെ ഇരിക്കണമെങ്കിൽ കാര്യമില്ല. നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈലാണ്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മാറ്റണം. നമ്മൾ ത്രൂ ഔട്ട് വാക്കിംഗ് ആയിരിക്കണം, ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം, വാക്ക് അറൗണ്ട്, നിൽക്കണം, ഓടണം, കാര്യങ്ങളെല്ലാം ചെയ്യണം. അല്ലാതെ 2 മണിക്കൂർ എക്സസൈസ് ചെയ്തിട്ട് ബാക്കി എത്ര വരെ 12 മണിക്കൂർ 14 മണിക്കൂർ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. അതാ രസം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ കൈ വെച്ചേക്കുന്ന ടേബിള് ഹൈറ്റ് അഡ്ജസ്റ്റ് പൊക്കാനും താക്കാനും പറ്റുന്ന ടേബിളാണ്, ഇലക്ട്രിക് ടേബിളാണ്. 20,000 രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ചാൽ വലിയ കാര്യത്തിൽ. എന്തിനാണ് വാങ്ങിച്ചതെന്ന് വെച്ചാൽ നിന്ന് ജോലി ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാൽ, എന്നിട്ട് നിൽക്കുന്നോ ഇല്ല. അതിൻ്റെ പ്ലഗൊക്കെ ഊരിയിട്ടിട്ട് എപ്പോഴും ഇരിപ്പ് തന്നെ. ഇരിക്കാൻ വേണ്ടി ചെയറിലൊരു പില്ലോയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ടേബിൾ വാങ്ങിച്ചത് വേസ്റ്റായി. നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യുന്നില്ല. അതൊക്കെയാണ് കറൻറ്റ്ലി ഞാൻ ഫേസ് ചെയ്യുന്ന സ്ട്രഗിൾസ്. അപ്പം ഇന്നിനി രാത്രി കുറച്ചും കൂടെ വർക്ക് ഫിനിഷ് ചെയ്യാനുണ്ട്. ഇവിടെ ഇപ്പോൾ സമയം 6:45 ഇനി പ്രയറുണ്ട്. പ്രയർ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ച് ബാക്ക് ടു വർക്ക്. ആൻഡ് ദെൻ കുറച്ച് എന്താ പറയുക, നമുക്ക് ഒരു ദുബായിലത്തെ ഒരു Airbnb കുറച്ച് കാര്യങ്ങൾ സോർട്ട് ചെയ്യാനുണ്ട്. ഓൾസോ നമ്മളെ സ്റ്റുഡൻസിൻ്റെ ക്ലാസ്സസ് കുറച്ച് അറേഞ്ച് ചെയ്യാനും സോർട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇന്ന് രാത്രിത്തെ വർക്ക് എന്ന് പറയുന്നത്. അപ്പം ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. എനിക്കറിയാം പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു വർക്കൗട്ട് മാത്രമായിരുന്നു. So I will see you guys in the next one. Bye. أنت فكم عبرت عنها وبنيت المجد أطوادا شداد. أنت يا